നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. I'm an Ayurveda consultant working with Ayush Shakti in Mumbai. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു 5 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ 5 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെവി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ചെവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, കേൾവി നന്നായിട്ട് കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ചെവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, ചെവിയിൽ ഇങ്ങനെ ഒരു സൗണ്ട് പോലെ, ഒരു മൂളല് പോലെ, അല്ലെങ്കിൽ ഒരു തബല കൊട്ടുന്നത് പോലെയൊക്കെ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പല ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏത് സമയത്തും തുമ്മലും ജലദോഷവും സൈനസൈറ്റീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, സീസണൊക്കെ മാറുന്ന സമയത്ത് എപ്പോഴും കാണാൻ പറ്റും അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന 5 സ്റ്റെപ്പ് നിത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സസൈസിലേക്ക് കിടക്കുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെങ്കിലും ചില തെറ്റുകളൊക്കെ നമ്മൾ വരുത്തുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാത്തത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് സ്റ്റെപ്സ് നമുക്കറിയാം, അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വാമപ്പ് പോലെയാണ്. അതിനായിട്ട് നമ്മൾ 2 കൈ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാം. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് വരെ മസാജ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാം. ശേഷം നമ്മുടെ ചെവിയുടെ പിന്നിൽ ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ തടവി ഇങ്ങനെ കൊടുക്കുക. ഒരു 10-15 വട്ടം തടവി കൊടുക്കുക. ശേഷം രണ്ടാമതായിട്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലെ 2 ചെവിയുടെ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കിൾ ആൻഡ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെ ഒരു രീതിയിൽ ഒരു 2 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ്, 10 സെക്കൻഡോളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ സെയിം കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊന്ന് ഹീറ്റാക്കുക. ശേഷം നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് പ്രഷർ കൊടുക്കുക, വിടുക, പ്രഷർ കൊടുക്കുക, വിടുക. ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ വിടുമ്പോൾ ഒരു പ്രഷർ ക്രിയേറ്റ് ആവാണ് ചെയ്യുക. പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ അങ്ങനെ വിടുക. ഒരു 10-20 വട്ടം നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കേൾവി നന്നായിട്ട് കുറയാണ്, ചെവിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് സൗണ്ട് ഒക്കെ വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയുടെ അവിടേക്ക് വരുന്ന ഞരമ്പുകൾ വീക്ക് ആവുന്നത് കൊണ്ടാണ്. ചെവിയുടെ അവിടേക്ക് വരുന്ന ഞരമ്പുകൾ വീക്ക് ആകുമ്പോൾ അവിടേക്കുള്ള സർക്കുലേഷൻ കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കൂടുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രഷർ കൊടുക്കുന്നതിലൂടെ അവിടുത്തെ മസിൽസും അതുപോലെ തന്നെ അവിടുത്തെ ഞരമ്പുകൾ നന്നായിട്ട് ആക്റ്റീവ് ആവാനും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും അത് സഹായിക്കും. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുക. കാരണം പല കാരണങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഒന്ന് ഹീലായതിനു ശേഷം നിങ്ങളുടെ ഡോക്ടർമാരോടൊന്ന് ചോദിക്കുക, ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ പാടുമെന്നുള്ള കാര്യം. ശേഷം മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓപ്പറേഷൻ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇങ്ങനെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. ഒരു 10-20 വട്ടം നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലും സെയിം നമ്മൾ ഇതേപോലെ കൈ നന്നായിട്ട് റബ് ചെയ്യുക. ശേഷം നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് തള്ളവിരലോ അല്ലെങ്കിൽ ചൂടുവിരലോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ചെവിയുടെ ഇവിടുത്തെ ഒരു കുഴിഭാഗം ഇല്ലേ, ഈ ഒരു ഭാഗം, അവിടെ നമ്മൾ വിരലിങ്ങനെ വെക്കുക. ശേഷം ക്ലോക്ക് വൈസ് 10-20 വട്ടം ക്ലോക്ക് വൈസ്, അതായത് മുന്നോട്ടേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ശേഷം 10-20 വട്ടം റൗണ്ട് ചെയ്തതിനു ശേഷം പിന്നോട്ടേക്ക് ഇങ്ങനെ ഒരു 10-20 വട്ടം നമ്മൾ റൗണ്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഫുള്ള് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുകയാണെങ്കിൽ കണ്ണടച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊന്ന് ഫീൽ ആവുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് നടക്കുന്നു ഇപ്പുറത്ത് നിന്ന് നടക്കുന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോക്കസ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ കണ്ണടച്ച് നമ്മൾ പതിയെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലാതെ പ്രഷർ കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അമർത്തരുത്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ഒരു ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്സ് ഒരു 10-20 വട്ടമായിട്ട് അങ്ങനെ ചെയ്യാം. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് ആ ശ്വാസം നമ്മൾ കവിളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക.
ശേഷം കയ്യിന്റെ വിരലുകൊണ്ട് മൂക്ക് ഇങ്ങനെ പൊത്തിയതിനു ശേഷം നമ്മുടെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ശ്വാസം ഉണ്ടല്ലോ, എയർ, അത് നമ്മൾ ചെവിയിലേക്ക് അവിടേക്ക്, അതായത് പിന്നിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക, നോർമൽ പൊസിഷനിലേക്ക് ആവുക, വീണ്ടും പിന്നിലേക്ക് പുഷ് ചെയ്യുക, നോർമൽ പൊസിഷനിലേക്ക് ആവുക. അങ്ങനെ നമ്മളൊരു 5 മുതൽ 10 വട്ടം വരെ ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് ആ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്രയും സമയം നിങ്ങൾ ചെയ്യാം. ഒരു 5-10 വട്ടം നിങ്ങൾ പുഷ് ചെയ്ത് വിടുമ്പോൾ അവിടേക്ക് നല്ലൊരു ഒരു പ്രഷർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഇങ്ങനെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ എൻ്റെ ഇവിടുത്തെ കഴുത്തിൻ്റെ അവിടുത്തെ മസിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിവിടെ വായിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന ആ എയറിനെ നമ്മുടെ ചെവിയുടെ അവിടേക്ക് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 5-10 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദിവസത്തിലൊരു 3 വട്ടമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവുക, നമ്മൾ പിന്നിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നതിലൂടെ ഇവിടേക്കുള്ള സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെവിയൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെയാണ്, സൗണ്ട് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഫ്രീക്വൻസി തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അവസാനത്തെ 5ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൂക്കിലൂടെ ശ്വാസം വിട്ടതിന് ശേഷം ചെവി രണ്ടും നമ്മൾ തള്ളവിരലുകൊണ്ടോ ചൂടുവിരലുകൊണ്ടോ അടച്ചു പിടിക്കുക. ശേഷം ഉള്ളിൽ നിന്നൊരു വണ്ട് മൂളുന്നത് പോലെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇനി അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ശേഷം നമ്മുടെ ചെവി ഇങ്ങനെ തള്ളവിരലുകൊണ്ടോ ചൂണ്ടുവിരലുകൊണ്ടോ ഇങ്ങനെ അടച്ചു പിടിക്കുക. ശേഷം വണ്ട് മൂളുന്നത് പോലെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ അപ്പോൾ ഇങ്ങനൊരു വണ്ട് മൂളുന്നത് പോലൊരു സൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വൈബ്രേഷൻ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തേക്കും, അതായത് ചെവിയുടെ ഭാഗത്തേക്കും കണ്ണിന്റെ ഭാഗത്തേക്കും മൂക്കിന്റെ ഭാഗത്തേക്കും എല്ലായിടത്തേക്കും ഈ വൈബ്രേഷൻ കിട്ടുകയാണ്. ഇതിലൂടെ ഇപ്പൊ എന്തെങ്കിലും സൈനസൈറ്റിസിന്റെ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ചെവി ഇങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, സർക്കുലേഷൻ കൂട്ടുന്നതിനും എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത്. ഇതും നിങ്ങളൊരു 5-10 വട്ടം റിപ്പീറ്റ് ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 5 സ്റ്റെപ്പാണ് നിങ്ങൾക്കിപ്പോൾ ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചെവിയിൽ നിന്ന് സൗണ്ട് വരുന്നു, അല്ലെങ്കിൽ ചെവി നന്നായിട്ടൊരു കേൾവി കുറവ് പോലെ അടഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നുകയാണ്, പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലർജിക് റൈനൈറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ, മൂക്കിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരിക, സൈനസൈറ്റീസിന്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു 5 സ്റ്റെപ്പാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തില് ഈ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫുഡുകളും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കണക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കഫം നന്നായിട്ട് കൂടുന്ന സമയത്ത് അത് ഇത്തരം പറയുന്ന ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ബ്ലോക്ക് ആവും. അങ്ങനെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് എടുക്കും. സ്ട്രെസ് നന്നായിട്ട് കൂടുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് നന്നായിട്ട് ശരിയായിട്ടുള്ള രീതിയിലല്ല കഴിക്കുന്നത്, ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാമത്തെ ഭക്ഷണമാണ് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ. എന്ത് തരം പാലിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ കഫത്തിന് നന്നായിട്ട് കൂട്ടാനായിട്ട് വളരെയധികം കാരണമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച കാര്യം, തൈര്. എന്നും തൈര് കഴിക്കുന്നവരുണ്ട്, അതായത് തൈരില്ലാതെ ഭക്ഷണം ഇറങ്ങില്ല, അങ്ങനെയുള്ള ആൾക്കാരും കാണാനായിട്ട് സാധിക്കും. തൈരെന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിയൊക്കെയാണ്, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കൂട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒഴിവാക്കാനായിട്ട് പറയുന്നത് കേട്ടോ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തൈര് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, തൈരിൽ നിങ്ങൾ കുറച്ചൊരു കുരുമുളക് പൊടി, 2-3 പിഞ്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നിങ്ങൾ കഴിക്കാം. എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതായിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് തുമ്മലും ജലദോഷമൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി എന്തെങ്കിലും ഒരു ഫോമിൽ, ഇപ്പോൾ സാലഡ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാനായിട്ടും കൂടി നോക്കുക. ഏത് രൂപത്തിലാണെങ്കിലും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ നോക്കുക. അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന തണുത്ത ഭക്ഷണങ്ങൾ, അതും നിങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതുപോലെ പഴവർഗ്ഗങ്ങളിൽ
പഴങ്ങൾ കഴിച്ച കുഴപ്പമില്ല, ഒരു മീഡിയം ലെവലിൽ കഴിക്കാനായിട്ട് നോക്കുക. കൂടുതൽ നിങ്ങൾ രാത്രി പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു രാവിലെയോ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം, ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ രാത്രി നിങ്ങൾ ഇതേപോലെ ഈ പച്ചയ്ക്ക് സാലഡ് നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതും പരമാവധി ഒഴിവാക്കണം. പച്ചയ്ക്ക് നിങ്ങൾ സാലഡ് കഴിക്കുന്നതിന് പകരം ഒന്ന് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഉത്തമമായിട്ടുള്ളൊരു കാര്യം. പിന്നെ പുളിയുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള, പുളിയുള്ളത് ഞാൻ ഓൾറെഡി തൈര് പറഞ്ഞതുപോലെ ചെറുനാരങ്ങയും പുളിയും അതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിൽ എന്ത് കാര്യമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ധാരാളം മൈദ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പ്രോസസ്ഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസും സ്വീറ്റ്സും മധുരങ്ങൾ ധാരാളം കഴിക്കുന്നവരും ഒഴിവാക്കാനും കൂടി നോക്കുക. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.